നമസ്കാരം, നിലയ്ക്കൽ ബി ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് നിലയ്ക്കൽ ബി ഗാർഡനിലല്ല, പക്ഷേ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ടൈഗർ സിറ്റി അല്ലെങ്കിൽ ഓറഞ്ച് സിറ്റി ഒക്കെ എന്നറിയപ്പെടുന്ന നമ്മുടെ നാഗ്പൂരിലാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നമ്മൾ ചെറുതേനീച്ച കോളനികളൊക്കെ ആയിട്ടൊരു യാത്ര ആരംഭിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നാഗ്പൂരിൽ എത്തിച്ചേർന്നു. അപ്പം ഇത് നല്ല അടിപൊളി ഒരു ഫാമാണ്. അപ്പം ഇതിൻ്റെ 3 സൈഡും ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്ത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ വളരെ നിയറസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും ഫോറസ്റ്റൊക്കെ. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ഫാംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ മാംഗൂസ്റ്റി, അതേപോലെ റംബൂത്താൻ പോലെയുള്ള ഫാംസ്. ഇനി അതല്ല കൃഷി രീതികളാണെങ്കിൽ പച്ചക്കറി കൃഷികൾ, അതേപോലെ തന്നെ നമ്മുടെ വാഴ, ചേന, ചേമ്പ് എന്നൊക്കെ കൃഷി ചെയ്യുന്നത് പോലെ ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത് നമ്മുടെ പരുത്തി അല്ലെങ്കിൽ കോട്ടൺ, അത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ നെറ്റിനപ്പുറത്ത് കാണുന്ന എല്ലാം കോട്ടൻ്റെ ഒരു തോട്ടമാണ്. കോട്ടൺ ചെടി വെച്ച് കൃഷി ചെയ്ത് ഇതിൽ നിന്നാണ് അവർ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമുക്ക് ആ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിനകത്തൊക്കെ ചെറിയ സീഡ്സ് ഉണ്ട്. അപ്പം ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവർ വലിയ കമ്പനിയിൽ കൊടുത്ത് ഇതിനകത്ത് സീഡ്സ് എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ല പ്യുവർ കോട്ടൺ ആക്കി ഡെവലപ്പ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞു തന്നത്. അപ്പം ഈ രീതിയിലാണ് ഇവർ കോട്ടൺ ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേര, വെറൈറ്റി ആയിട്ടുള്ള പേരകൾ ഇവിടെ അവർ കൃഷി ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തായ് ബ്രീഡാണെന്നാണ് പറഞ്ഞത്. തായ് ടൈപ്പിലുള്ള നല്ല നീളത്തിൽ വലിയ രീതിയിൽ വരുന്ന ടൈപ്പ് പേര, അതേപോലെ ഓറഞ്ച്, നാരകം, പിന്നെ നമ്മുടെ പരിപ്പ്, തുവരപ്പരിപ്പ്. ഇതാണ് ഇവിടുത്തെ തുവരപ്പരിപ്പിൻ്റെ വലിയ തോട്ടമാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാം ഫീൽഡിൽ. ഇതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ കൃഷി രീതികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതേനീച്ചയുടെ കോളനികളൊക്കെ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ അവർ തൈയൊക്കെ കിളിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണിത്. തൈയൊക്കെ ഇങ്ങനെയുള്ള ഗ്രീൻ നെറ്റിനകത്ത് കിളിപ്പിച്ച് എടുത്തതിന് ശേഷമാണ് അവർ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാഗ്പൂരിലെ വ്യത്യസ്തമായ കൃഷി രീതികൾ. ഞാൻ ഇനിയും കാണിക്കാൻ സാധിക്കാതെ പോയ ഒത്തിരി വ്യത്യസ്തമായ കൃഷി രീതികൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ചെറുതേനീച്ച കോളനികളുടെ ഇൻസ്റ്റാളേഷൻ പരാഗണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് നല്ല ചെറുതേനീച്ച കോളനികൾ ഇതുപോലെ ആവശ്യമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്പർ ചുവടെ ചേർക്കും. അപ്പം താങ്ക് യു സോ മച്ച്.